നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, ഞാൻ ഉരുണ്ട് കളിക്കേണ്ട നീ. ഒരു വശത്ത് ഐശ്വര്യയുടെയും പ്രണവിന്റെയും വിവാഹം നടത്താനെന്ന പേരിൽ ഒരു നാടകം, മറുവശത്ത് എങ്ങനെയും സ്വന്തം അമ്മാവന്റെ മകളെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സേഫ് ആക്കാനുള്ള അടുത്ത നാടകം. കൊള്ളാലോ നിന്റെ സ്വഭാവം. സത്യം പറയാലോ നിധി, നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ചതി ഉണ്ടാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മരുമകളായിട്ടല്ല, സ്വന്തം മോളായിട്ടാ ഞാൻ നിന്നെ ഈ വീട്ടിൽ കണ്ടത്. ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കുമെന്ന് തോന്നിയ പ്രാണം കൊടുത്തും നീ അതിനെ തടയുമെന്ന് ചിന്തിക്കുന്നവളല്ലേ ഞാൻ. എന്നിട്ട് നീ ഇപ്പൊ എന്നെ വഞ്ചിച്ചില്ലേ? നല്ല ഒന്നാന്തരം ചതിയില്ലേ നീ ചെയ്തു കളഞ്ഞത്? ദ്രോഹി, വഞ്ചകി. ശത്രുക്കൾ പോലും ഈ കുടുംബത്തോട് ഇത്രയും വലിയ വഞ്ചന ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിച്ച് സ്നേഹിച്ച നീ എന്നോടത് ചെയ്തു. ഈശ്വരമംഗലത്തോടും എന്റെ മോനോടും നീ കാണിച്ച വഞ്ചനയത്, വിശ്വാസവഞ്ചന. അമ്മ, എന്നെ ഇങ്ങനൊന്നും പറയരുതമ്മേ, പ്ലീസ്. എനിക്കിത് താങ്ങാവുന്നതിനപ്പുറമാണ്. ദേവി, അത് അമ്മ എന്നൊന്നും മനസ്സിലാക്കണം. ഈ കുടുംബത്തിന് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഒരിക്കൽ അമ്മയ്ക്ക് ബോധ്യമാവും. സത്യത്തിൽ ശിവാനി പഴയ ശിവാനി അല്ലമ്മ. അവൾ ഒരുപാട് മാറിയിപ്പോ. അത് ശരി, അങ്ങനെ വഴിക്ക് വാ. അപ്പൊ ശിവാനിയെ കാണാൻ പോയ കാര്യവും അവളെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്ത കാര്യവും നീ തന്നെ അങ്ങ് സമ്മതിച്ചു അല്ലേ? അമ്മ, ഞാൻ മിണ്ടിപ്പോകരുത്, നീ മിണ്ടിപ്പോകരുത്.